മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, നമ്മുടെ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ കോൺഗ്രസും CPM ഒക്കെ എങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്? നിങ്ങൾ കണ്ടില്ല, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒക്കെ വന്നിട്ട് എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ബോധമുള്ള ആളുകൾ ഇത് അംഗീകരിക്കുമോ? പിണറായി വിജയനെതിരെ ശരിയാണ്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ കൃത്യമായിട്ട് പ്രതിപക്ഷം എന്ന നിലക്ക് കോൺഗ്രസ് ഉയർത്തണം, അതിലൊരു തർക്കമില്ലാത്ത വിഷയ. പക്ഷെ നീ മോനെ ദിനേശ വിജയ, എന്താണ് കോൺഗ്രസ്? എത്ര നിലവാരമില്ലായ്മയിലേക്കാണ് മലയാളികളെ ഈ കോൺഗ്രസ് കൊണ്ടെത്തിക്കുന്നത്? ഈ രേവന്ത് റെഡ്ഡിക്ക് ആരോ ക്ലാസ് എടുത്ത് കൊടുത്തതാണല്ലോ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ. അപ്പൊ മലയാളികൾക്ക് ഒരു വിലയും ഇല്ലാതെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ഒരു വിവരവും ഇല്ലാത്തൊരു കൂട്ടം ആളുകളെ ആയിട്ടാണോ മലയാളികളെ കോൺഗ്രസ് കാണുന്നത്? മോനെ വിജയ എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ടു തണ്ട എന്ന് പറഞ്ഞാൽ എത്ര നിലവാരമില്ലായ്മയാ! ഇത് മാത്രമാണോ? പുഴക്കിറങ്ങി ചാടി പിണറായി വിജയൻ കേരളത്തെ പറയിപ്പിച്ച് അതിനേക്കാൾ അപ്പുറമായിട്ട്. അതൊന്നും നിങ്ങൾ കേട്ടോക്ക്. ഏതായാലും അദ്ദേഹം പരസ്യമായി ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നത്, കാരണം പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. നിങ്ങൾ കേട്ടില്ല? ഡാഷ് മോനെ രേവന്ത എന്താ ചന്തകളോ? രണ്ട് മുഖ്യമന്ത്രിമാരാ. ആ പാർട്ടിയുടെ നിലവാരം സകല മലയാളികളും തിരിച്ചറിയണോ? ഒരാള് മോനെ വിജയ, ഒരാള് ഡാഷ് മോനെ രേവന്ത. അല്ല, മലയാളികൾക്ക് ഒരു നിലവാരമില്ലേ? ഇവിടുത്തെ ജനങ്ങൾ ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ടല്ല ഇമാതിരി ഡയലോഗ്, എന്ത് പോക്കൃത്തരവും വിളിച്ചു പറയാ ഈ കോൺഗ്രസും CPM-നും. എന്നാലും അടിമകളെ പോലെ ആളുകൾ വോട്ടു ചെയ്യുമെന്ന് കരുതിയിട്ടല്ലേ ഇവന്മാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഇതേ കോൺഗ്രസും CPM-ന്റെ ആളുകളാണ് കേരളത്തിൽ നിന്ന് പറയാ, ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് ഇങ്ങോട്ടേക്ക് വന്നാൽ, BJP ഇങ്ങോട്ടേക്ക് വന്നാൽ, സംഘപരിവാർ ഇങ്ങോട്ട്. ഇതാ ബഹളം. അതേ സമയത്ത് ഇവരൊക്കെ നിൽക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? കേരളത്തിൽ എങ്ങനെയാ പോകുന്നത്? കോൺഗ്രസിന്റെ ഗ്യാരണ്ടി ആണല്ലോ ഇപ്പൊ വലിയ ചർച്ച. കോൺഗ്രസ് അത് ചെയ്യും, ഇത് ചെയ്യും, ഉണ്ട ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ തെലങ്കാനയിൽ നിന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയൊക്കെ കൊണ്ടുവന്നാണല്ലോ ഇവരിപ്പോ വലിയ സംഭവമാക്കുന്നത്. ഇതേ തെലങ്കാനയിലെ കൃത്യമായിട്ട് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി? വലിയ പരസ്യങ്ങൾ ഇങ്ങനെ കാണാം. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാലും UDF-ന്റെ പരസ്യ. ഇതൊന്നും കണ്ട് ഒരാൾ പോലും അതിൽ വീണു പോകരുത്. കാരണം ഇതിനേക്കാൾ വലിയ പരസ്യം ചെയ്താണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വലിയ പരസ്യം ചെയ്താണ് രേവന്ത് റെഡ്ഡി അവിടെ മുഖ്യമന്ത്രിയായത്. എന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ. ജയ് തെലങ്കാന, ജയ് കേരള. എല്ലാ മലയാളി സഹോദരങ്ങൾക്കും എൻ്റെ വന്ദനം. ദിസ് is a message from daughter of Telangana to the people of Kerala who are going to vote in the next couple of days. Telangana Chief Minister Mr. Revant Reddy was in Kerala trying to campaign for the Congress party in Kerala. I would like to appeal that the Congress party has failed the people of Telangana. They have given us 6 guarantees, out of which only half a guarantee is being fulfilled. That half guarantee is only a free bus. Other than that, no other guarantee is given in Telangana. I am from Telangana. I live in Telangana. I am soon going to launch a political party in Telangana. As a daughter of Telangana, I can assure you, Congress is just going to cheat you, as they have cheated the women of Telangana by not giving 2,500 per month as they promised. They have cheated the youth of Telangana by not giving the jobs. They have cheated the farmers of Telangana. നിങ്ങൾ കേട്ടില്ലേ? എണ്ണി പറയുന്നുണ്ട്. സകലരെയും വഞ്ചിച്ചാണ് കോൺഗ്രസ് തെലങ്കാനയിൽ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് വലിയ രീതിയിൽ പണമൊക്കെ കൊടുക്കും അധികാരത്തിലെത്തിയാൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. തെലങ്കാനയിൽ ഒരു ഉണ്ടയും കിട്ടുന്നില്ല എന്നുള്ളതാണ് തെലങ്കാനയിൽ നിന്ന് കൃത്യമായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ.
ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മലയാളികൾ തിരിച്ചറിയും. ഞാനൊരു കാര്യം അങ്ങ് എടുത്തു പറയാം. ഈ UDF അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരു വികസന പദ്ധതിയും അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യക്തമായിട്ടൊരു 6ാം മന്ത്രി കൂടി മുസ്ലിം ലീഗിന് അങ്ങ് കൊടുക്കും. എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ ഒരു മത ഐക്യ രീതിയിൽ, നിങ്ങൾ തന്നെ കേട്ടില്ല മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ ഈ രംഗത്തെത്തിയിട്ട് നിരന്തരം പറയുന്നത് എന്താ? വലിയ രീതിയിൽ വിളിച്ചു പറയുന്നത് മതത്തിന്റെ ഐക്യം, സംഘടന ഐക്യമല്ല, മത ഐക്യത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഭാഗമാകണം, എന്നിട്ട് UDF ഇവിടെ വളർത്തണം. അല്ലെങ്കിലും ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പച്ചവർഗീയത പറഞ്ഞ ഈ പറയുന്ന ആയിഷ ഫർസാനിക്ക് ആരുടെ കൂടെയാ നിൽക്കുന്നത്? ആരുടെ കൂടെയാ? തങ്ങളുടെ കൂടെ. ഇപ്പൊ പാലക്കാടൊക്കെ വലിയ രീതിയിൽ മാറി. പുതിയ കേരളത്തിൽ വലിയ മാറ്റ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം പറഞ്ഞിരുന്ന, പുറത്തെങ്കിലും പറഞ്ഞിരുന്ന, അകത്തെന്താണെന്ന് അറിയില്ല, ഏതായാലും പുറത്തേക്കെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരം ഈ പറയുന്ന മുസ്ലിം ലീഗ് എതിർത്തിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ. എന്നാൽ ഈ കാലത്ത് മുസ്ലിം ലീഗൊക്കെ മാറിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിച്ച് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗും ഈ പറയുന്ന സകല സംവിധാനങ്ങളും ഇപ്പൊ ഒരുമിച്ച് ഒറ്റക്കെട്ട. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് വികസനമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ വ്യക്തമായിട്ട് ഒരു വലിയ മുന്നണി മതത്തിന്റെ പേരിൽ വർഗീയത ഉയർത്തിപ്പിടിച്ചിട്ട് വലിയ രീതിയിൽ ഒരു കൂട്ടം ഇവിടെ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. UDFന്റെ നേതൃത്വത്തില്. UDF ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പച്ചവർഗീയവാദികള്. മതത്തിന്റെ പേരിലുള്ള മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാക്കണം, ഈ നാട് തന്നെ നശിപ്പിക്കണം ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഓരോ ആളുകളും ഇവരോട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് UDF നിൽക്കുന്നത്. ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഒരു കോപ്പും കേരളത്തിൽ നടത്താൻ പോകുന്നില്ല എന്നുള്ളതും കോൺഗ്രസ് ജയിച്ച തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത തന്നെ പറയുന്നതിലൂടെ സകല ആളുകൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു വ്യക്തമായ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഒരു നിലവാരത്തിൽ വിദ്യാഭ്യാസം ഉയർത്തിപ്പിടിച്ചൊക്കെ ഇവിടെ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ് കേട്ടോ. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഡാഷ് മോനേന്നോ പോമോനെ ദിനേശാന്നോ ഇത്തരം വിളികളിലൂടെ ഒരു തരത്തിലും എതിരാളികളെ അപമാനിക്കാറില്ല, വ്യക്തിഹത്യകൾ ചെയ്യാറില്ല. എന്നാൽ ഇവിടെ വലിയ പ്രബുദ്ധരാണ്, ഇവര് ഭരിച്ചാല് പ്രബുദ്ധരുണ്ടാവൂ, ഉണരൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ UDFും LDF ഒക്കെ എന്ത് തേങ്ങയാ കേരളത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരാള് ചന്തയിലെ അതിലും അപ്പുറമുള്ള നിലവാരമില്ലാത്ത രീതിയിൽ ഡാഷ് മോനെ, ഒരാളപ്പുറത്തിൽ മോനെ വിജയ. ഇത് ഔദ്യോഗിക സ്ഥാനമായി മുഖ്യമന്ത്രി, അതിനോടൊക്കെ ഒരു ബഹുമാനം വേണോ? ആരെത്തിയാലും ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരും കൂടി ഈ രാജ്യത്തെ തന്നെ, ഇതൊക്കെ നാഷണൽ മീഡിയാസിൽ ന്യൂസ്, അന്താരാഷ്ട്ര തലത്തിൽ പോലും ന്യൂസാവും. മുഖ്യമന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവാരമില്ലാതെ പെറുക്കികളെ പോലെ തെറി വിളിച്ച് നടക്കുകയാണെന്ന് ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയും. UDFനും LDFനും ഒക്കെ എങ്ങനെയാ വോട്ട് ചെയ്യുക.